വിഷു എന്ന തുല്യമായത്. ഇത് ഇവിടെ ഒരുപാട് പേര് നമ്മുടെ റോഡ് സൈഡിൽ ഇത് വെയിലത്ത് കിടന്ന് ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ബ്രിഡ്ജ് വന്നതിന് ശേഷം അതിൻ്റെ അടിയിൽ ഒരുപാട് പേര് പൂച്ചെടികൾ നടുക, അവിടെ മണ്ണ് കൊണ്ടിടുക, അങ്ങനെ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ വിഷു ആഘോഷത്തിൽ അവർക്ക് കുറച്ച് പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു ഇത് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ചെറിയൊരു രീതിയിൽ അധികം സാധനങ്ങളൊന്നുമില്ല, കുറച്ച് ചോറ്, തോരൻ, ചമ്മന്തി, അച്ചാർ, മുട്ട പൊരിച്ചത് എന്നുള്ള രീതിയിൽ ചെറിയൊരു പൊതിച്ചോറ്. അങ്ങനെ ഒരു പൊതിച്ചോറ് അവർക്ക് കൊണ്ടേ കൊടുക്കുക. എത്ര പേരുണ്ടെന്ന് നമുക്കറിയത്തില്ല, എന്നാലും ഒരു 10-18 പൊതിച്ചോറ് ഉണ്ടാക്കാനുള്ള എൻ്റെ തീരുമാനം. അത്രയും കൊണ്ടേ കൊടുത്ത് അവർക്ക് കൊണ്ടേ കൊടുക്കുക. അവരുടെ സന്തോഷം, അവരുടെ കൂടെ നമ്മൾ ചേർന്ന് നിന്നിട്ട് അവരുടെ കൂടെ നിന്നിട്ട് ഒരു വിഷു ആഘോഷം. അതാണ് നമ്മൾ വീട്ടിൽ എപ്പോഴും വിഷു ആഘോഷിക്കുന്നുണ്ട്. നമ്മുടെ കൂടെ ആൾക്കാർ, നമ്മുടെ കൂടെ പറപ്പുകൾ അവരുമായിട്ടൊക്കെ ഉണ്ട്. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലാണ്. അപ്പം നമ്മുടെ കൂടെ ആരും ഉണ്ടാകത്തില്ല, ഇവരൊക്കെ തന്നെയാണ് എപ്പോഴും. ഹാപ്പി വിഷു.